അപ്പോൾ പൊതുവെ നമ്മൾ ഓണം എന്ന് കേൾക്കുമ്പോൾ ചെറുപ്പം തുടങ്ങി നമ്മുടെ ഉള്ളിലേക്ക് എല്ലാവർക്കും പറഞ്ഞു കേട്ടതും ഉള്ളിൽ ആദ്യം ഓടിയെത്തുന്ന ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാവേലി, വാമനാൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട മാവേലി എല്ലാ കൊല്ലവും നമ്മളെയൊക്കെ കാണാൻ വേണ്ടി വീണ്ടും കേരളത്തിലേക്ക് പാതാളത്തിൽ നിന്ന് സന്ദർശനത്തിനായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. ചെറുപ്പം തൊട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, മാലോകരെല്ലാവരും ഒന്നുപോലെ ഇത്ര സമത്വസുന്ദരമായിട്ട് കേരളത്തിനെ നയിച്ച മഹാബലി എന്ന് പറയുന്ന ഏറ്റവും ചരിത്രത്തിലും പുരാണത്തിലും നമ്മൾ കാണുന്ന ഏറ്റവും മിടുക്കനും ധർമ്മനിഷ്ഠനൊക്കെ ആയിട്ടൊരു വ്യക്തിനെ ദൈവം നേരിട്ട് വന്നിട്ട് എന്തിനാണ് പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തിയത് എന്നുള്ളതാണ് ഞാൻ ചെറുപ്പത്തിലെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ട് മനസ്സിലുള്ള ഒരു പേടി, നമ്മൾ ദൈവത്തിനെ പോലെ നല്ലവരാവരുത്. ദൈവത്തിനെ പോലെ നല്ലവരായി കഴിഞ്ഞാൽ മാവേലിക്ക് ഉണ്ടായ പോലെ ദൈവം നേരിട്ട് വന്ന് നമ്മളെയും പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തിയാലോ എന്നൊരു പേടിയാണ് ചെറുപ്പം തൊട്ട് കുട്ടിക്കാലങ്ങളിലൊക്കെ. വളർന്നു വന്നപ്പോഴാണ് ഈ പേടി മാറ്റാൻ വേണ്ടി മഹാബലി ആരാണെന്നും വാമൻ ആരാണെന്നും അന്വേഷിക്കണം എന്ന് തോന്നിയത്. അങ്ങനെ വന്നപ്പോൾ വാമനൻ എന്ന് പറയുന്നത് മഹാബലിയെ ചവിട്ടിത്താത്താൻ വേണ്ടി മാത്രം വിഷ്ണു അവതാരം എടുത്തല്ല. ആ നിമിഷത്തിൽ വാമനൻ എന്ന് പറഞ്ഞാൽ കശ്യപ മഹർഷിക്ക് അതിഥിയിലുണ്ടായ ഒരു പുത്രനാണ് വാമനൻ. അതായത് ദേവന്മാരുടെ എല്ലാവരുടെ അമ്മയാണ് അതിഥി. അതിഥിയിൽ കശ്യപ മഹർഷിക്ക് ഉണ്ടായ പുത്രനാണ് വാമനൻ. ഈ അതിഥിയുടെ 12 സഹോദരിമാരുണ്ട്. അവരെല്ലാവരെയും കശ്യപ മഹർഷിയാണ് കല്യാണം കഴിച്ചത്. രണ്ടാമത്തെ അതായത് അതിഥിയുടെ അനിയത്തിയാണ് ദിതി. ദിതിക്ക് കശ്യപ മഹർഷിയിലുണ്ടായ പുത്രനാണ് ഹിരണ്യകശിപു. ഹിരണ്യകശിപുവും വാമനനും അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരച്ഛൻ്റെ മക്കളും സഹോദരന്മാരുമാണ്. ഹിരണ്യകശിപുവിൻ്റെ മകനാണ് പ്രഹ്ലാദൻ. നമുക്കെല്ലാവർക്കും അറിയാൻ തോന്നും, നരസിംഹവതാരം എന്ന ഹിരണ്യകശിപുവിനെ കൊന്ന കഥ. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ മകൻ പ്രഹ്ലാദൻ, പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ, വിരോചനന്റെ മകനാണ് ആര്? മഹാബലി. മഹാബലിയുടെ മുതുമുത്തച്ഛനാണ് ഹിരണ്യകശിപു. മുതുമുത്തച്ഛന്റെ സഹോദരൻ, അതായത് മുതുമുത്തച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണ് വാമനൻ. ഈ കഥ മനസ്സിലായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു മുതുമുത്തച്ഛൻ വന്ന് തൻ്റെ കൊച്ചുമോന്റെ നെറുകയിൽ കാലെടുത്ത് വെച്ചാൽ അതിൽ വലിയ പാപം ഒന്നും ഇല്ല. പിന്നെ ദൈവം നേരിട്ട് വന്നതെന്ന് ആവശ്യം ഇത്രയും മഹാനായിട്ടുള്ള ഭൂമിയും സ്വർഗവും പാതാളവും തൻ്റെ ഭരണത്തിന്റെ കീഴിലാക്കി ഇത്രയും മഹാനായിട്ടുള്ള ഒരു മഹാബലി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ന് ജീവിതത്തിൽ നേടാൻ വേറെ ഒന്നുമില്ല. ദൈവത്തിന്റെ അത്രത്തോളം വളരെയാണെന്നാണ് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, സമ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു വാമന്റെ രൂപത്തിൽ വരികയും അദ്ദേഹത്തിന് ദൈവത്വം പാതാളത്തിൽ ചവിട്ടിത്താത്തിന്നാണ് നമ്മൾ കേട്ടത്. പക്ഷെ സത്യത്തിൽ അവിടെ സംഭവിച്ച അദ്ദേഹത്തിന് ചിരഞ്ജീവിയായിട്ട് ദേവന്മാർക്ക് മാത്രമുള്ള ഇതാണ് മരണമില്ലാത്ത അവസ്ഥ. അതുപോലെ അസുരനായിട്ടുള്ള മഹാബലിക്ക് മഹാവിഷ്ണു ദാനം ചെയ്തത് എന്താണ്? ചിരഞ്ജീവിയായിട്ട് ഉയർത്തുകയാണ് ചെയ്തത്. അപ്പൊ ശരിക്കും ചെറുപ്പത്തിൽ എനിക്ക് വാമനോട് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഈ കഥ മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് വാമനോട് ഇപ്പോൾ സത്യത്തിൽ സ്നേഹം തോന്നി തുടങ്ങിയത്. ഇപ്പൊ ഈ ഓണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടത് മഹാബലിയെ പോലെ ആവണം. അസുരനായിട്ട് ജനിച്ചിട്ട് ദേവനോളം വളർന്ന, ദൈവത്തോളം വളർന്ന മഹാബലിയെ പോലെ ആവണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മൾ ഈ ഓണം എന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ വളർത്തി എടുക്കേണ്ടത്. നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലെങ്കിലും സമത്വസുന്ദരമായിട്ടുള്ള എല്ലാവരും ഒരുപോലെയുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ പ്രയത്നിക്കുന്ന ഉത്തരവാദിത്തമാണ് ശരിക്കും പറഞ്ഞ ഓണം നമ്മളെല്ലാവരിലും ഏൽപ്പിക്കുന്നത്. അതെങ്ങനെ നമുക്കെല്ലാം ഒരുപോലെ ആകാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എല്ലാവർക്കും ത്യാഗം എന്ന് പറയുന്ന ഒരു ഗുണം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മഹാബലിയിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ത്യാഗം എന്ന് പറയുന്ന ഗുണം, അല്ലെങ്കിൽ ദാനനിഷ്ഠ എന്ന് പറയുന്ന ഒരു ഗുണം നമ്മളെല്ലാവരും ആർജിച്ചു കഴിഞ്ഞാൽ നമുക്കതുപോലെ എല്ലാവരും ഒരുപോലെയുള്ള മാലോകരെല്ലാവരും ഒന്നുപോലെ വാണിരുന്ന പഴയ മഹാബലിയുടെ നാടിനെ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് ചെറിയ കുട്ടിയാണെങ്കിലും എത്ര ശക്തിമാനായിട്ടുള്ള ഭരണാധികാരിയാണെങ്കിലും ആരാണെങ്കിലും അത് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പരസ്പരമുള്ള പങ്കുവയ്ക്കലാണ് നമുക്ക് ഏറ്റവും പ്രധാനം. പരസ്പരമുള്ള പങ്കുവയ്ക്കൽ നടക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടണം. ഈ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ പരസ്പരം നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ അറിവുകളും സന്തോഷങ്ങളും പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെ, നമ്മുടെ സംസ്കാരം പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെയാണ് നമുക്ക് എല്ലാവരും ഒരുപോലെയുള്ള ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കൂ. അത്തരത്തിൽ എല്ലാവരും ഒരുപോലെയുള്ള, പണ്ട് നമ്മൾ കേട്ടു വളർന്ന പുരാണത്തിലെ മാവേലി നാട് വാണിടും പോലെ നല്ല കാലം നമുക്ക് വീണ്ടും സൃഷ്ടിക്കുവാൻ ഉള്ളൊരു തുടക്കമായിട്ട് ഇന്നത്തെ ഓണാഘോഷം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടും ഇതിൻ്റെ അധ്യക്ഷൻ, ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് പി ശ്രീറാമിനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും.
മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ ഇന്ന് വേദിയിലിരിക്കുന്നത് ഈ സംഘടന തുടങ്ങുന്ന കാലം തൊട്ട് ഊണും ഉറക്കവും മുളച്ച് പുലരി റെസിഡൻസ് അസോസിയേഷൻ എങ്ങനെ വളർത്തണം, എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത്രയും പ്രായമായെങ്കിലും ഈ അടുത്ത കാലം വരെ എന്നേലും ഊർജ്ജസ്വലതയോടുകൂടി, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ചെറുപ്പത്തിലുള്ള ഏത് കുട്ടിയാണോ ആ കുട്ടിയിലും ഊർജ്ജസ്വലതയോടുകൂടി പുലരിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശ്രീ NC സുധാകരൻ ചേട്ടൻ. സുധാകരൻ ചേട്ടൻ ആർദ്രമായി ഏവർക്കും വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു മാന്യ വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ഥാപക പ്രസിഡന്റ്. ഒരുപാട് എനിക്കിവിടെ പുകഴ്ത്തുന്നില്ല, അതുകൊണ്ട് ബഹുമാനപ്പെട്ട സ്ഥാപക പ്രസിഡന്റ് ശ്രീ ശങ്കരാടി മൂട്ടിൽ ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിലവിലുള്ള രക്ഷാധികാരിയിൽ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദേവചേട്ടനൊക്കെ അതുപോലെ വരും, നേരത്തെ തന്നെ വരും. അതേപോലെയൊക്കെ തന്നെ ഒരു പരിപാടി 9 മണിക്ക് എന്ന് പറഞ്ഞാൽ കൃത്യം 8:30 ആളും സ്ഥലത്തുണ്ടാവും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞാൻ രക്ഷാധികാരിയാണെന്നോ അല്ലെങ്കിൽ ഞാനിത്ര മുതിർന്ന ആളാണെന്നോ എന്നുള്ളൊരു യാതൊരു തരത്തിലുള്ള ഭാവങ്ങളും ഇല്ലാതെ എല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതോടെ നിലവിലുള്ള രക്ഷാധികാരി ശ്രീ ശരത്ചന്ദ്ര നാഥൻ, അദ്ദേഹത്തിനെ ഏവർക്കും വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന മുൻകാല പ്രവർത്തകർ ശ്രീമതി അമ്മിണിയമ്മ, നിലവിലെ ഗജാൻജി ശ്രീമതി T ചന്ദ്രിക, ബഹുമാനപ്പെട്ട എല്ലാ കാരണവന്മാരെയും എല്ലാ കുട്ടികളെയും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്നേഹം നിറഞ്ഞ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി.